അങ്ങനെ ഇലക്ഷൻ കഴിഞ്ഞു. അമേരിക്കയിലെ ന്യൂയോർക്കിൻ്റെ മേയറായിട്ട് ഒഫീഷ്യലി സോഹ്റാൻ മംദാനിനെ ഇപ്പോൾ എലക്ട് ചെയ്തിരിക്കുകയാണ്. ഇൻ്റർനെറ്റ് ഈസ് ഗോയിങ് ക്രേസി. എവിടെ നോക്കിയാലും ഇത് തന്നെയാണ്. അയ്യോ, അമേരിക്കയിൽ കമ്മ്യൂണിസം വരാൻ പോകുന്നേ, അമേരിക്ക നാളെ തകരാൻ പോകുന്നേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രംപിൻ്റെ പാർട്ടിൻ്റെയും പിന്നെ കുറച്ച് ഇന്ത്യക്കാരുടെയൊക്കെ കരച്ചിലാണ് നമ്മൾ എക്സിൽ കാണുന്നത്. എന്താണ് സംഭവം? വൈ ഈസ് ഇറ്റ് സ്പെഷ്യൽ? നമ്മൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ എന്തിനാണ് പോയി ഞങ്ങളോട് പറയണത് എന്നൊരു തോന്നലുണ്ടാവും. എവിടെ കൊടുക്കണ ന്യൂയോർക്കിലെ മേയർ ചോദിച്ചാൽ ഇവിടുത്തെ ആൾക്കാർക്ക് എന്താണ് എന്നുള്ള ചോദ്യം വരാം. സോ വൈ ഈസ് ഇറ്റ് സ്പെഷ്യൽ? എന്താണ് സംഭവം? ഇതൊക്കെ ആരാണ്? എന്താണ് പരിപാടി? നോക്കാം. ഞാൻ ഈ സോഹ്റാൻ എന്നുള്ള പേര് ആദ്യമായിട്ട് കേൾക്കുന്നത് ഒരു വൈറൽ പോസ്റ്റ് ഉണ്ടായിരുന്നു 2020. അതിൽ നമ്മുടെ ആര്യ രാജേന്ദ്രൻ യങ്ങസ്റ്റ് മേയറായപ്പോൾ 21 വയസ്സിലായപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിൽ ഇങ്ങനത്തെ ഒരു മേയറിനെയാണ് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ട് പുള്ളിയിട്ടൊരു പോസ്റ്റാണ്. ഒരു മാനിഫെസ്റ്റേഷൻ പോസ്റ്റ് പോലെ പിന്നീട് അതായി എന്നുള്ളതാണ് സത്യം. പുള്ളിക്കാരൻ്റെ വിക്ടറി സ്പീച്ചൊക്കെ കഴിഞ്ഞിട്ട് ധൂമജാലെ പാട്ടൊക്കെ ഇട്ടിട്ട് പഞ്ചാബി ആയിട്ടുള്ള മീര നായർ അമ്മയും ഗുജറാത്തി മുസ്ലിം ആയിട്ടുള്ള അച്ഛനും സിറിയക്കാരി ഭാര്യൻ്റെ ഒപ്പം നിൽക്കുന്ന ആ ഒരു വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. ന്യൂയോർക്കിലെ ഫസ്റ്റ് മുസ്ലിം മേയറും അതേപോലെ ഫസ്റ്റ് സൗത്ത് ഏഷ്യൻ മേയറും എന്നുള്ളൊരു സംഭവം കൂടെ ഇപ്പോൾ സോഹ്റാൻ ആയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് പുള്ളിനെ എല്ലാവരും കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർട്ടിയാണ് പുള്ളിയുടെ പോളിസി കാരണം കൊണ്ട് തന്നെയാണ് അങ്ങനെ വിളിക്കുന്നത്. ഫ്രീ ബസ്സസും ഈ ഗവൺമെൻറ് കൺട്രോൾ, നമ്മുടെ റേഷൻ കടയിൽ ഗവൺമെൻറ് കൺട്രോൾ ഗ്രോസറി ഷോപ്സും അതേപോലെ ഫ്രീ ഹെൽത്ത് കെയറൊക്കെയാണ് പുള്ളിയുടെ മെയിൻ വാഗ്ദാനങ്ങൾ. അപ്പോൾ ഇതൊരു ജനങ്ങളുടെ വിജയമല്ല, പീപ്പിൾസ് വിക്ടറി എന്നൊക്കെ ആൾക്കാർ വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് എതിരെ നിന്ന ആൾക്കാരാണ്. ന്യൂയോർക്കിലെ എല്ലാ ബില്യനേഴ്സും പുള്ളിക്ക് എതിരായിരുന്നു. കാരണം ഇയാൾ ഈ ഫ്രീ ബസ്സസും മറ്റേതൊക്കെ ചെയ്യുന്നത് പൈസക്കാർക്ക് കൂടുതൽ ടാക്സ് കൂട്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എല്ലാ ബില്യണർമാരും പുള്ളിക്ക് എതിരാണ്. 26 ബില്യണർമാരും കൂടി ചേർന്ന് $22 മില്യൺ ഈ ഒരു ഇലക്ഷൻ സ്പെൻഡ് ചെയ്തു എന്നും പറയുന്നുണ്ട്. അതുപോലെ പാർട്ടിയുടെ അകത്തന്നെ, പുള്ളിയുടെ പാർട്ടിയുടെ അകത്തന്നെ ആൾക്കാർക്ക് പുള്ളിനെ ഇഷ്ടമല്ലായിരുന്നു. കാരണം ഭയങ്കര ഒരുപാട് ഇങ്ങനെ വൈറലായി പോകുന്നത് ആർക്കായാലും ഇഷ്ടപ്പെട്ടില്ലല്ലോ. ആ ഒരു സംഭവമാണ് പുള്ളിക്ക് എതിരായിട്ട് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു വിജയമായതുകൊണ്ടാണ് എല്ലാവർക്കും ഇത് ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നുന്നത്. ഡൊണാൾഡ് ട്രംപിനെതിരെയും ജൂയിഷ് ലോബിക്കെതിരെയും നെതന്യാഹുവിനെതിരെയും നമ്മുടെ മോദിക്കെതിരെ വരെ പുള്ളി ഓരോ പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ് കുറേ പേർക്ക് പുള്ളിനെ ഇഷ്ടമല്ലാത്തത്. എന്തോ ആയിക്കോട്ടെ, 50.4% വോട്ട് കിട്ടിയിട്ട് ഇപ്പോൾ ജയിച്ചിട്ടുണ്ട്. 1,80,000 ഭൂരിപക്ഷവും കിട്ടിയിട്ടുണ്ട്. ബേസിക്കലി ഈ ടിക്ടോക്കും പോഡ്കാസ്റ്റും ഈ ട്രംപിൻ്റെ സ്ട്രാറ്റജി തന്നെയായിരുന്നു പുള്ളി യൂസ് ചെയ്തത്. അത് നമുക്ക് പുള്ളിയുടെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. അപ്പോൾ ഇനി വരുന്ന ഇലക്ഷനും ബാക്കിയുള്ള ഇവിടെയൊക്കെ ഇനി ഫുള്ള് റീൽസിലും മറ്റുള്ള ഇതിലൊക്കെ ആയിരിക്കും ഇനി ഇലക്ഷൻ സ്ട്രാറ്റജി ആയിട്ട് വരാൻ പോകുന്നത്. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നതാവും.